Hi guys, welcome back to our channel. Oh, we need to talk, yeah. Ain't nobody fighting for anything. You അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ അവരുടെ ഡെലിവറി ഒക്കെ അടുക്കാറാകുമ്പോൾ അവരറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ, നമ്മുടെ അകത്തുള്ളത് ആണാണോ പെണ്ണാണോ എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ ഞാൻ ഒട്ടും വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട്. എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേർക്ക് എനിക്ക് പറയാമായിരിക്കുമല്ലോ, നമ്മളിപ്പോൾ സെക്കൻഡ് പ്രഗ്നൻ്റ് ആണ്. ഈ മാസം ലാസ്റ്റൊക്കെയാണ് കേട്ടോ നമ്മുടെ ഡെലിവറി വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഓരോ അപ്ഡേറ്റ്സും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഇത് ഞാൻ എൻ്റെ ആദ്യത്തെ കുഞ്ഞ് അത്തൂസിൻ്റെ കാര്യത്തിൽ സ്കാനിങ് റിപ്പോർട്ടെല്ലാം വെച്ച് നോക്കിയിട്ട് എനിക്ക് കിട്ടിയൊരു റിസൾട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പുറത്തുള്ള ആളുകളെല്ലാം വയറ് നോക്കിയിട്ട് പറയുമായിരുന്നു, ചെറിയ വയറാണെങ്കിൽ അത് ആൺകൊച്ചാണ്, വലിയ വയറാണെങ്കിൽ അത് പെൺകൊച്ച്. പിന്നെന്താ പറയുക, മുഖക്കുരൊക്കെ ഉണ്ടെങ്കിൽ അത് ആൺകൊച്ചായിരിക്കും, നല്ല ഭംഗിയാണെങ്കിൽ അത് പെൺകൊച്ചാവും. ചിലരത് നേരെ ഓപ്പോസിറ്റായിട്ട് പറയുന്നവരുണ്ട്. പിന്നെന്താ, നന്നായിട്ട് ഛർദി കാര്യങ്ങളൊക്കെ ആദ്യത്തെ മാസങ്ങളിലുണ്ടെങ്കിൽ അത് പെൺകൊച്ചായിരിക്കും, ഛർദിയൊന്നും ഇല്ലെങ്കിൽ അത് ആൺകൊച്ചായിരിക്കും. പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മുടി നന്നായി വളരുന്നുണ്ടെങ്കിൽ അത് ആൺകൊച്ചായിരിക്കും, മുടി നന്നായി കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് പെൺകൊച്ചായിരിക്കും. പിന്നെ പറയാറുള്ളത്, കാലിലും കയ്യിലൊക്കെ നീരുണ്ടെങ്കിൽ അത് പെൺകൊച്ചായിരിക്കും, അത് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അത് ആൺകൊച്ചായിരിക്കും. അങ്ങനെ ഒരുപാട് പണ്ടുള്ള ആൾക്കാർ നമ്മുടെ വയറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയുന്നവരുണ്ട്. ചിലപ്പോൾ ഇവരിങ്ങനെ പറയുമ്പോൾ അവരുടെ പ്രഡിക്ഷൻ അത് കറക്റ്റായിരിക്കും. അവരുടെ വിചാരം എന്താ, അവർ നോക്കിയിട്ട് പറയുന്നത് കറക്റ്റായിരിക്കും എന്നതാണ്. പക്ഷെ അതൊന്നുമല്ല സത്യം. അതൊന്നാമത്തെ കാര്യം. അങ്ങനെയൊന്നും നോക്കിയിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല ആൺകൊച്ചാണോ പെൺകൊച്ചാണോ എന്നൊക്കെ മനസ്സിലായില്ല. അത് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പിന്നത്തെ കാര്യം, സ്കാനിങ് റിപ്പോർട്ട് വെച്ചിട്ട് നോക്കുന്നവരുണ്ട്, ഹാർട്ട് ബീറ്റ് വെച്ച് നോക്കുന്നവരുണ്ട്, അതേപോലെ ആൻറ്റീരിയർ പോസ്റ്റീരിയർ അങ്ങനത്തെ ഒരു ഇതുണ്ടാവല്ലോ, അത് വെച്ച് നോക്കുന്നവരുണ്ട്. പോസ്റ്റീരിയർ ആണെങ്കിൽ പെൺകൊച്ച്, ആൻറ്റീരിയർ ആണെങ്കിൽ ആൺകൊച്ച്. എനിക്ക് അത്തൂസിൻ്റെ കാര്യത്തിൽ ആൻറ്റീരിയർ ആയിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് എല്ലാവരും പറഞ്ഞായിരുന്നു പെൺകൊച്ചാണ്, ആൺകൊച്ചായിരിക്കുന്നു. അങ്ങനെ അത്തൂസ് അവളുടെ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് കൊച്ചാന്ന് ചോദിച്ചപ്പോൾ പെൺകൊച്ച്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇങ്ങനെ ആൾക്കാർ പറയുന്ന ഇതിലൊന്നും ഒരു സത്യമില്ല എന്ന്. ആണാണോ പെണ്ണാണോ എന്ന് നമ്മൾക്ക് ഒരിക്കലും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്കൊരിക്കലും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആണാണോ പെണ്ണാണോ എന്നൊന്നും വയറ് നോക്കിയിട്ടോ സ്കാനർ റിപ്പോർട്ട് വെച്ചിട്ടോ ഒന്നും നമുക്ക് ആണാണോ പെണ്ണാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ സ്കാനിങ് എടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്ത് കൊച്ചാണെന്നുള്ളത്. പക്ഷെ അതൊരിക്കലും നമുക്ക് പറഞ്ഞതല്ല. നമ്മുടെ ഇന്ത്യയിൽ അത് പറ്റില്ല, ആണാണോ പെണ്ണാണോ എന്ന് ഒരിക്കലും പറഞ്ഞതല്ല. അത് വല്ലതും അറിയണമെങ്കിൽ നമുക്ക് വേറെ വല്ല കൺട്രീസിൽ പോയാലാണ് നമ്മൾ ആണാണോ പെണ്ണാണോ എന്നൊക്കെ പറഞ്ഞു തരും ഇവർ. നമ്മുടെ കൺട്രിയിൽ ഒരിക്കലും പറ്റില്ല. അപ്പോൾ ഈ സ്കാനിങ് റിപ്പോർട്ട്സ് ഒന്നും വെച്ചിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ അകത്തുള്ളത് ആൺകൊച്ചാണോ പെൺകൊച്ചാണോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ചിലപ്പോൾ കാരണം എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ, ആഗ്രഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ആൺകൊച്ച് വേണം പെൺകൊച്ച് വേണമെന്ന്. അതിന് കുഴപ്പമൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇവരൊക്കെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ട് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യും. ഉണ്ടാവുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റായിട്ട് ജനിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് എന്ത് കൊച്ചു കിട്ടിയാലും നമ്മുടെ കൊച്ചന്നെയാണല്ലോ. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒത്തിരി പേര് നമ്മളല്ലാതെ ഒത്തിരി പേരുണ്ട് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവരല്ലേ. ഒത്തിരി പേരുണ്ടാവും. അവരൊത്തിരി നേർച്ചകളും അതേപോലെ ഒത്തിരി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നവരുണ്ടാവും. എന്നിട്ടും അവർക്കൊരു റിസൾട്ട് ഇരിക്കാതെ സങ്കടപ്പെടുന്നവരുണ്ടാവും. അപ്പോൾ അവരെ പറ്റിയിട്ടൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. അവർക്ക് എന്ത് കൊച്ചു വേണം, അവർക്ക് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്കൊരു കുഞ്ഞിനെ വേണ്ടിയിട്ടായിരിക്കും അവർ കാത്തിരിക്കുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മളെന്ത് ചിന്തിക്കണം, നമുക്ക് ദൈവം തന്നതാണ്, അതെന്ത് കൊച്ചും ആയിക്കോട്ടെ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മുടെ കൊച്ചുങ്ങളല്ലേ. അവർക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ നല്ല ആരോഗ്യത്തോടുള്ള ഒരു കുഞ്ഞ് നമുക്ക് തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ. ഇനി അത് കാരണം ചിലവരാണെങ്കിലും വിഷമിക്കുന്നവരുണ്ടാവും, ഉണ്ടാവാതിരിക്കില്ല. എല്ലാവർക്കും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അതുകൊണ്ട്
നമ്മുടെ കൊച്ച് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മൾ 2 കൈ നീട്ടി സ്വീകരിക്കുക. കാരണം ഇതൊന്നുമില്ലാത്ത ഒത്തിരി വിഷമിക്കുന്നവരുണ്ട്, അവരെ പറ്റി ചിന്തിച്ചാൽ മാത്രം മതി. എല്ലാ കുഞ്ഞുങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്ന എല്ലാ ആൾക്കാർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. കാരണം നമ്മുടെ ഡെലിവറി വരുന്നത് ഈ മാസം അവസാനമാണ്. അപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എന്ത് വെച്ചാണെങ്കിലും ആരോഗ്യത്തോടെ കിട്ടണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ 2 ആണിനും പെണ്ണിനുമുള്ള നെയിമൊക്കെ ഏകദേശം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ അവർക്ക് ഇടാൻ പറ്റിയ നെയിമൊക്കെ എയിൽ തുടങ്ങുന്നതും എല്ലിൽ തുടങ്ങുന്നതും. നമ്മുടെ ഫസ്റ്റത്തെ കൊച്ചിൻ്റെ പേര് ആൻഡ്രിയ എന്നാണ്. അപ്പോൾ അതിനോട് ഒരു ചെറിയ സാമ്യമുള്ള, അതന്നെ വേണമെന്നില്ല, അതിനോട് ചെറിയൊരു സാമ്യമുള്ള എന്തെങ്കിലും ഒരു നെയിം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ ഗൈസ്, നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സ്കാനിങ് റിപ്പോർട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടോ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ഇത് വെച്ചിട്ടോ ഒന്നും നമുക്ക് നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ ആണാണോ പെണ്ണാണോ എന്നൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. ഓക്കെ, അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതായത് ജെൻഡർ പ്രഡിക്ഷൻ ഒരിക്കലും നടക്കില്ല, അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കുള്ള ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിടാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും